നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 2025 നവംബറിലെ കറണ്ട് അഫയേഴ്സാണ് പഠിക്കുന്നത്. 31ാമത്തെ കറണ്ട് അഫെയർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൂടെ, നമ്മളുടെ ആ ഒരു മോക്ക് ടെസ്റ്റ് നമുക്കൊരു ഒരെണ്ണം പെൻഡിങ് ഉണ്ടായിരുന്നു ഡിസംബറിലെ കറണ്ട് അഫയേഴ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കയറി അറ്റൻഡ് ചെയ്യണേ. നമ്മുടെ 31ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ആ സംസ്ഥാനം പഞ്ചാബാണ്. ആ പദ്ധതിയുടെ പേരെന്താണ്? ഭാരത് നെറ്റ്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന പദ്ധതിയുടെ പേരാണ് ഭാരത് നെറ്റ്. ആ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സാറ്റലൈറ്റ് അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനങ്ങൾക്കായി ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. സാറ്റലൈറ്റ് അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനങ്ങൾക്കായിട്ട് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ നമ്മൾ രണ്ട് സംസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചു. ഒന്ന്, എല്ലാ ഗ്രാമപഞ്ചായത്തിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന്. അതേതാണ്? പഞ്ചാബാണ്. രണ്ട്, സാറ്റലൈറ്റ് അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായിട്ട് കരാറിൽ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് പഠിച്ചു. അതേതാണ്? അത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ അതിന് രണ്ട് ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ചോദ്യം എന്താണ്? കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യക്കാണ് കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ കിരീടം ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കിയാലോ. നമ്മുടെ 34ാമത്തെ ചോദ്യമാണ്. 2026 ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ആരാണ്? 2026 ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് ആരാണ്? രോഹിത് ശർമ്മയാണ് കേട്ടോ. രോഹിത് ശർമ്മയാണ്. അടുത്ത ചോദ്യം നോക്കാം. 35ാമത്തെ ചോദ്യമാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ, അതായത് ICCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ICCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഉത്തരം ജയ്ഷായാണ് ICCയുടെ നിലവിലെ ചെയർമാൻ. അടുത്ത ചോദ്യം നോക്കാം. 36ാമത്തെ ചോദ്യമാണ്. 2026 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ്? 2026 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ്? അത് കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയമാണ് 2026 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം. അടുത്തത് നമ്മുടെ 37ാമത്തെ ചോദ്യമാണ്. 2025 നവംബറിൽ ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ പുരുഷ ദേശീയ ഫുട്ബോൾ ടീമിൽ അംഗമായ താരമാര്? ചോദ്യം എന്താണ്? 2025 നവംബറിൽ ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ചിട്ട് ഇന്ത്യൻ പുരുഷ ദേശീയ ഫുട്ബോൾ ടീമിൽ അംഗമായ താരമാരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരാണ് റയാൻ വില്യംസ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? റയാൻ വില്യംസ് ആണ് 2025 നവംബറിൽ ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ചിട്ട് ഇന്ത്യൻ പുരുഷ ദേശീയ ഫുട്ബോൾ ടീമിലെ അംഗമായ താരം. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 38ാമത്തെ ചോദ്യമാണ്. അമേരിക്കയിലെ ആദ്യ മുസ്ലിം വനിതാ ലഫ്റ്റനൻറ്റ് ഗവർണർ എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ വംശജ ആരാണ്? ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാം. അമേരിക്കയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ലഫ്റ്റനൻറ്റ് ഗവർണർ എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ വംശജ ആരാണ്? ഉത്തരം ഗസാല ഹാഷ്മി. ആ വ്യക്തിയുടെ പേരെന്താണ്? ഗസാല ഹാഷ്മി. അപ്പോൾ ആ ഗസാല ഹാഷ്മി എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഗസാല ഹാഷ്മിയാണ് അമേരിക്കയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ലഫ്റ്റനൻറ്റ് ഗവർണർ എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ വംശജ. ചോദ്യം വ്യക്തമായല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 39ാമത്തെ കറണ്ട് അഫെയർ ആണ്.
മെക്സിക്കോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? മെക്സിക്കോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? ഉത്തരം ക്ലോഡിയ ഷെയ്ൻബോം. ക്ലോഡിയ ഷെയ്ൻബോം. അപ്പോൾ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ഷൈൻ ചെയ്യലൊക്കെ കൂടുതലാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് കണക്ട് ചെയ്ത് പഠിച്ചു. ക്ലോഡിയ ഷെയ്ൻബോം ആണ് മെക്സിക്കോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. അടുത്തത് 40ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഗ്രാമീണ ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം മാതൃക സ്വീകരിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? അപ്പോൾ നമ്മൾ ഈ ഒരു മാതൃക സ്വീകരിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? എത്യോപ്യയാണ്. ഏത് മാതൃകയാണ്? എന്തിനുള്ള മാതൃകയാണ്? നമ്മുടെ ഇന്ത്യയുടെ ഗ്രാമീണ ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് നമുക്കൊരു പദ്ധതിയുണ്ട്. ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാതൃക സ്വീകരിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? എത്യോപ്യയാണ് ആ രാജ്യം. ഏതാണ് ആ രാജ്യം? എത്യോപ്യ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 10 ചോദ്യങ്ങൾ. നമുക്കിനി ആ ചോദ്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതെന്നാണ് പഠിച്ചത്. ഏതായിരുന്നു? നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പഞ്ചാബാണ് കേട്ടോ. അടുത്ത ചോദ്യം: സാറ്റലൈറ്റ് അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായി കരാറിൽ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അപ്പോൾ അതേതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മഹാരാഷ്ട്രയാണ്. എന്തിനായിരുന്നു? സാറ്റലൈറ്റ് അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായിട്ട് കരാറിൽ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതും വ്യക്തമായല്ലോ. അടുത്ത ചോദ്യം നോക്കിയോ. കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് അല്ലേ? ഓപ്ഷൻ സി ഇന്ത്യയാണ്. ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യയാണ് കേട്ടോ. അടുത്തത് 2026 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം. 2026 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ് പിള്ളേരെ? ഏതായിരുന്നു ആ സ്റ്റേഡിയം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ. അടുത്ത ചോദ്യം: ഗ്രാമീണ ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം മാതൃക സ്വീകരിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? രാജ്യത്തിൻ്റെ പേരാണ് എത്യോപ്യ. അടുത്ത ചോദ്യം നോക്കിയോ. മെക്സിക്കോയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ക്ലോഡിയ ഷെയ്ൻബോം. അടുത്ത ചോദ്യം: അമേരിക്കയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ലഫ്റ്റനന്റ് ഗവർണർ എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ വംശജയുടെ പേരെന്താണ്? അമേരിക്കയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ലഫ്റ്റനന്റ് ഗവർണർ എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ വംശജ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗസാല ഹാഷ്മി. പേരെന്താണ്? ഗസാല ഹാഷ്മി. അടുത്ത ചോദ്യം നോക്കിക്കോ. 2025 നവംബറിൽ ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ പുരുഷ ദേശീയ ഫുട്ബോൾ ടീമിൽ അംഗമായ താരം ഏതാണ്? അപ്പോൾ ഓസ്ട്രേലിയൻ പൗരത്വമൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ പുരുഷ ദേശീയ ഫുട്ബോൾ ടീമിൽ അംഗമായ ആ വ്യക്തിയുടെ പേരെന്തായിരുന്നു? ആ താരത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ ബി, റയാൻ വില്യംസ്. എന്താണ്? റയാൻ വില്യംസ്. അടുത്തത്: അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ICCയുടെ നിലവിലെ ചെയർമാൻ്റെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ്, ജയ് ഷാ. അടുത്തത് 30 ഓർഡർ തെറ്റിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യം: 2026 ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്? ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, രോഹിത് ശർമ്മ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. 10 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ നോക്കിയത്.
എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്. പക്ഷേ പൊതുവേ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് നമ്മൾ ആദ്യമൊക്കെ ഇടുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സ് കുട്ടികൾ കാണുന്നത് പോലെ ഇപ്പോഴധികം ആരും കാണുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ ഒത്തിരി പേര് കാണുന്നവർ പോട്ടെ, സ്ഥിരം കാണുന്നവർ കാണുമ്പോൾ അവരൊരു കമൻറ്റ് ഇടുമ്പോൾ നമുക്ക് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ. ഇപ്പോൾ അങ്ങനെ വ്യൂസ് കുറവാണ്, ആരും തന്നെ കാണുന്നില്ല, അപ്പം നമ്മളും ടോട്ടലി ഡൗൺ ആയി പോകും. അതായത് ഞാനിനി ഇട്ടിട്ട് എന്തിനാ, ആരും കാണാനില്ലല്ലോ എന്നുള്ളൊരു ഇത്, അല്ലെങ്കിൽ തുടക്കം ഉണ്ടായിരുന്ന അത്രയും കുട്ടികളെ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു ചെറിയൊരു ഉൾവലിവ് എനിക്കും തോന്നും. അല്ലാത്ത പക്ഷം നമ്മൾ ഇടുന്നത് നിങ്ങൾ കാണുന്നു, നിങ്ങൾ കമൻ്റ് ഇടുന്നു, അപ്പോൾ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ആ വീഡിയോ അന്നത്തെ ദിവസം കണ്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു സന്തോഷമാണ്. സ്ഥിരം കമൻറ്റ് ഇടുന്ന കുറേ പേരൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഡെയിലി ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വ്യൂസൊക്കെ വളരെ കുറവാണ്. എന്താണ് ഇനി എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാനും ടോട്ടലി എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ഞാനും ടോട്ടലി ഡൗൺ ആയി പോകുന്നു. അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. എന്നിരുന്നാലും വീഡിയോസ് ഞാനിടും, ബട്ട് എന്താ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.